അപ്പോൾ എല്ലാവർക്കും പ്രൊഫ് സ്കെയിലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ HSTയുടെ ഓഗസ്റ്റ് 8 നടന്ന, അതായത് ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് അന്ന് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസ് ആ പ്രിപ്പയർ ചെയ്ത ഓപ്ഷൻസ് മാത്രമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, അടുത്തതായിട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യനും അത് എവിടെ നിന്നാണ് വന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതുകൂടാതെ അതിൻ്റെ ഓപ്ഷൻസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ ഓപ്ഷൻസ് ഇത്ര മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് ഓഫ് Z12+ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓൾജിബ്രാറ്റിക് സ്ട്രക്ചേഴ്സ് എന്നാണ്. ഇത് ഏതാണ് ഈ ഒരു പാർട്ട്? സെഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഡിജർ മോഡുലസ് എന്താണ് 12 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഡിവൈസസ് കണ്ടുപിടിച്ചാൽ മതി. ജസ്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1D ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് R* ബി ദ ഗ്രൂപ്പ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് അണ്ടർ ദ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഹോമോമോർഫിസം ഓഫ് ഫ്രം R* to സ്റ്റാർ ആണ് ചോദിക്കുന്നത്. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് f(x, y) എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, f(x) × f(y)യിൽ മാച്ച് ചെയ്യുന്ന ഏതാണെന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇതിലിപ്പോൾ ഓപ്ഷൻസ് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻസ് ഏതാണ്? C ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ABCD ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ എവറി റിംഗ് ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, എവറി ഫീൽഡ് ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, എവറി കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, ഇൻ ഫീൽഡ് എവറി എലമെൻറ്റ് ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരാൻ പോകുന്നത് എന്താണ്? D ആണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. Let G be the connected bipartite simple graph with a 15 vertices and the independent number is 10. Then the number of edge independent number ആണ് നമ്മളോട് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ, അതായത് നാലാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത്. ഇത് വന്നിട്ടുള്ളത് ഗ്രാഫ് തിയറി എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് എഡ്ജ് ഇൻഡിപെൻഡൻസ് നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആയിരിക്കും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സെയിം ഈ ഒരു ഗ്രാഫ് തിയറിയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് K5 ഈസ് എ പ്ലാനാർ ഗ്രാഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തേൽ പറയുന്നത് K33 ഈസ് എ പ്ലാനാർ ഗ്രാഫ് ഫോർ എനി എഡ്ജ് E ഇൻ K33. ഇതെന്താണ്? ഈ ഓപ്ഷനാണ് എന്ത്? B ഓപ്ഷൻ ശരിയാണ്. K33 ഈസ് എ പ്ലാനാർ ഗ്രാഫ്, ഓപ്ഷൻ തെറ്റാണ്. K23 ഈസ് എ നോൺ പ്ലാനാർ ഗ്രാഫ്, ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എന്താണ്? 5B ആണ്. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പാർട്ടിലേക്ക് പോവാം. ലെറ്റ് G be a simple graph with 12 vertices and the degree of each vertices is 3. Then K is the vertex connectivity and K' is the edge connectivity of the graph G. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ശരിക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് K = K' ആണ് എന്ത് പറയുന്നത് ഓപ്ഷനായിട്ട് വരാൻ പോകുന്നത്. ഇതും എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യനും അവർ ഫോം ചെയ്തിട്ടുള്ളത് ഗ്രാഫ് തിയറിയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 7 നോക്കാം. ക്വസ്റ്റ്യൻ 7 എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതെന്താണ്? നോട്ട് കൺസിസ്റ്റൻ്റ് ആണെന്നും കൂടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനെ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ആ ഒരു മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് 7ൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? B ആണ്. ഇത് ലീനിയർ ഓൾജിബ്ര എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ഇഫ് A = ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദാറ്റ് മെട്രിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിലിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ A³ കണ്ടുപിടിക്കുക, അതേപോലെ A² കണ്ടുപിടിക്കുക. ജസ്റ്റ് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് ഏതാണോ സീറോ മെട്രിക്സുമായിട്ട് ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. മീൻസ് ഇതിൻ്റെ ഓപ്ഷൻസിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഓപ്ഷൻസിൽ
എല്ലാം ഫോൾസ് ആണെന്നാണ് ആൻസർ കിട്ടുന്നത്. ഇതിലൊന്നും ട്രൂ അല്ല എന്നാണ് കിട്ടുന്നത്. തൽക്കാലം നമുക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9ാമത്തെ ക്വസ്റ്റ്യന് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിക്സസ് കനോട്ട് ബി ഡയഗനൈസ്ഡ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു 4 മെട്രിക്സസ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സസിൽ ഏതാണ് നമുക്ക് ഡയഗനൈസ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. ഇതിലിപ്പം ഈ ഒരു മെട്രിക്സസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശരിക്കുള്ള ആൻസർ? ബി ആണ് ശരിക്കുള്ള ആൻസർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം, സ്ലൈഡിലേക്ക് പോവാം. ഇത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ലോജിക് എന്നാണ്, മാത്തമാറ്റിക്കൽ ലോജിക് എന്നാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടോട്ടോളജിക്കൽ ഇംപ്ലിമെൻറ്റേഷന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്ഷനിൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് എന്ത് ചെയ്താൽ മതി, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈ ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഓപ്ഷൻസ് എന്ത് കിട്ടും? ഈ 10ന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്, ടോട്ടോളജി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിം മാത്തമാറ്റിക്കൽ ലോജിക് തന്നെയാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 11നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് 11ന്റെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് 11 വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇനി an examination the question paper consists of 15 questions divided into 3 parts A, B, C consisting of 4 and 5, 6 questions respectively. A student is required to answer 10 questions selecting at least 3 from each part. Number of ways he can select the question എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ഒക്കെ പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 12ന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റും ചോദിച്ചിട്ടുള്ളത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പർ വിച്ച് ആർ ഡിവിസിബിൾ ബൈ 9 ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ് 0, 2, 3, 6, 7, 9 ആണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്ക് വൈകാതെ തന്നെ ചെയ്യാം. നമ്മൾ ഇപ്പം ജസ്റ്റ് ഓപ്ഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 13നെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രൂ ആൻസർ ഈസ് ഓപ്ഷൻ എ. എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 2, 3 or 5 എന്നാണ് എന്ത് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതും നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തന്നെയാണ്, അതിൻ്റെ പോർഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് കോമ്പിനേട്രോണിക്സ് എന്നുള്ള ടോപ്പിക്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനും ഇതേ സെയിം ടോപ്പിക് തന്നെയാണ്, കോമ്പിനേട്രോണിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കൗണ്ടിങ് തിയറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000 വിച്ച് ആർ ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞിട്ട് 3 നമ്പർ തന്നിട്ടുണ്ട്. 2, 3 or 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഓപ്ഷൻ വരാൻ പോകുന്നത് 14ന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത നോക്കാം. 15നെ സംബന്ധിച്ചിടത്തോളം ഇത് റിലേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൺസിഡർ ദ ഫോളോയിങ് ഫംഗ്ഷൻ എഫ് ഓഫ് ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻജക്റ്റീവ് ആണോ ബൈജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത്. ആ എഫ് ഓഫ് എക്സിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണോ ബൈജക്റ്റീവ് ആണോ ചെക്ക് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 15നെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് നെയ്തർ ഇൻജക്റ്റീവ് നോ സബ്ജക്റ്റീവ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻഡ് എ ബി ബിലോങ്സ് ടു ആർ if and only if a plus b is a multiple of 5 then r is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മളോട് ഇത് റിലേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് റിഫ്ലെക്സീവ് ആണോ ട്രാൻസിറ്റീവ് ആണോ സിമെട്രിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അപ്പം 16th ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അതായത് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യുന്നതിന് പറയുകയാണെങ്കിൽ 16 വരെ ചോദിച്ചിട്ടുള്ളത് മാത്സിൻ്റെ പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇപ്പം സോൾവ് ചെയ്തത്. അപ്പോൾ മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി നല്ല ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ദ ഡാറ്റ സ്ട്രക്ചർ യൂസ് ടു മാനേജ് റിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിക്കേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതെന്താണ്, ഓപ്ഷൻ ഡി സ്റ്റാക്കാണ് എന്ത് ചെയ്യുന്നത്
അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മൾ DBMSc എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് റിലേഷണൽ കാൽക്കുലസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സിമ്പിൾ യൂസ് ടു ഡിനോട്ട് സെലക്ട് ഓപ്പറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഇൻ റിലേഷണൽ ഓൾജിബ്ര. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ഏതാണ് വരുന്നത്? എ ആണ് വരുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം. അടുത്തതും എന്താണ്? SQL തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. DBMS എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ കൺസ്ട്രെയിൻ ഇൻ SQL എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി, അതായത് യൂണിയൻ ആണ് എന്ത് കൺസ്ട്രെയിൻ ആയിട്ട് വരാത്തത്. നെക്സ്റ്റ് നോക്കാം. ദ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ടു വിച്ച് അനദർ എൻറ്റിറ്റി ക്യാൻ ബി അസോസിയേറ്റഡ് വിയ റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതും എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? DBMS നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ER മോഡൽ എന്ന് പറയുന്ന പോർഷനിൽ നമ്മുടെ കാർഡിനാലിറ്റി റേഷ്യോ പാർട്ടിസിപ്പേഷൻ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി, കാർഡിനാലിറ്റി റേഷ്യോ. അടുത്തതും ER മോഡലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ER മോഡൽ, അതായത് DBMSൽ ER മോഡലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ദ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിംഗ് ടെക്നിക്ക് ഈസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ER മോഡൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണോ ബോട്ടം ഡൗൺ അപ്രോച്ച് ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് എന്താണ്? ഓപ്ഷൻ ബി, ഇറ്റ്സ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. നെക്സ്റ്റും അടുത്ത ക്വസ്റ്റ്യൻ ഫോം ചെയ്തിരിക്കുന്നത് DBMSc തന്നെയാണ്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈസ് എ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എന്താണ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സിന് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എന്താണ് അതിൻ്റെ ഇടയിൽ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഫങ്ഷണൽ ഡിപ്പെൻഡൻസി യൂസ് ചെയ്തത്. അപ്പം 22 ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ DBMSലെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പോർഷനിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ഇതിൽ ഏത് ഫേസിലാണ് ലോക്ക് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ദ ഫേസ് ഇൻ വിച്ച് എ ട്രാൻസാക്ഷൻ മേ റിലീസ് ലോക്സ് ബട്ട് മേ നോട്ട് ഒപ്റ്റെയിൻ ഇൻ ന്യൂ ലോക്ക്. അതായത് ഒരു പുതിയ ലോക്കിനെ ഒപ്റ്റെയിൻ ചെയ്യില്ല, അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഉള്ള ലോക്ക്, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോക്കിന് എന്ത് ചെയ്യും? റിലീസ് ചെയ്യുന്നത് ഏത് ഫേസിലാണ്? ഇറ്റ്സ് ഇൻ ഗ്രോയിങ് ഫേസ്. ഗ്രോയിങ് ഫേസ് ആണ് എന്ത് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23rd ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ദ ഫേസ് വിച്ച് നോട്ട് ദ ട്രാൻസാക്ഷൻ മേ റിലീസ് ലോക്ക് ബട്ട് മേ നോട്ട് ഒപ്റ്റെയിൻ എനി ന്യൂ ലോക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഓൾറെഡി ഉള്ള ലോക്സിന് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അതേപോലെ തന്നെ പുതിയ ലോക്കിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിനെ അക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് ഫേസിലാണ് വരുന്നത്? ഷ്രിങ്കിങ് ഫേസ് ആണെന്ന് പറയുന്നത് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദ D ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ഡിജിറ്റൽ ലോജിക് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് ഇപ്പം ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത DBMSനെ സംബന്ധിച്ചിടത്തോളം DBMSന്ന് എല്ലാം തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ, അതായത് ഓരോ ട്രാൻസാക്ഷൻ ആയിക്കഴിഞ്ഞാലും അതേപോലെ ഓരോ ഫേസസ് ആയിക്കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഡെഫിനിഷൻ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ഡെഫിനിഷൻ ഒന്നെങ്കിലും വായിച്ചു പോയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ DBMSൽ ഇപ്പം കണ്ടത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ ദ D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ സി, Q × T+1 = D. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25th ക്വസ്റ്റ്യൻ. എ കമ്പ്യൂട്ടർ ഹാസ് എ 128 കിലോ ഓഫ് മെമ്മറി. ഹൗ മെനി ബൈറ്റ്സ് ഡസ് ദിസ് റെപ്രസെൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം എന്താണ് 128 × 124 ചെയ്താൽ മതി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത നോക്കാം. ദ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ദാറ്റ് കമ്പയർസ് ടു നമ്പേഴ്സ് ആൻഡ് ഡിറ്റർമൈൻ ദെയർ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 26ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഏതാണ്? മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ആണ്. ഇത് നമുക്ക് ഓപ്ഷൻ തന്നെ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. നെക്സ്റ്റ് പോവാം. ഗിവൺ 2 ബൈനറി സ്ട്രിങ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ബൈനറി സ്ട്രിങ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ x - y ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതും ഡിജിറ്റൽ ലോജിക്കിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്പർ സിസ്റ്റം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനെ അതേപോലെ വെക്കുക, വൈനെ എന്ത് ചെയ്യുക? 2's കോംപ്ലിമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? മാച്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതും നമുക്ക് എന്ത് ചെയ്യാം? അത് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ 27th ക്വസ്റ്റ്യൻ, ഇത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 00001 ആണ് എനിക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ അത് വേണ്ടി വെക്കാം. അപ്പോൾ അടുത്ത് നോക്കാം.
28th question. The maximum number of unique output lines from 4 input line decoder is എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം 28th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 16 is the right answer. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 29th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എച്ച് ഈസ് ദ ഹിറ്റ് റേഷ്യോ ഓഫ് എ ക്യാഷ് മെമ്മറി, വാട്ട് ഈസ് ദ മിസ് റേഷ്യോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ 29ൻ്റെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? സി ആണ് ഓപ്ഷൻ വരുന്നത്, 1 - h. നമുക്ക് 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സിൽ ഏതാണ് ഓപ്ഷൻസ് ആണ് കറക്റ്റ് നോക്കാം. 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ഓപ്ഷൻസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഡയറക്റ്റ് അഡ്രസ്സിംഗ് ഇസ് എ സ്കീം ഇൻ വിച്ച് അഡ്രസ് സ്പെസിഫൈസ് വിച്ച് മെമ്മറി വേർഡ് ഓർ രജിസ്റ്റർ കണ്ടെയ്ൻസ് ദ ഓപ്പറേറ്റർ എന്നാണ് സംബന്ധിച്ചിടത്തോളം ശരിയാണ്. നെക്സ്റ്റ് നോക്കാം. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ഈസ് എ സ്കീം ഇൻ വിച്ച് അഡ്രസ് സ്പെസിഫൈ വിച്ച് മെമ്മറി വേർഡ് ഓർ രജിസ്റ്റർ കണ്ടെയ്നിങ് ദ അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ്. ഈ ഒരു ഓപ്ഷൻ എന്താണ്? കറക്റ്റാണ്. അടുത്ത് നോക്കാം. 3ാമത്തത് ഇൻ രജിസ്റ്റർ addressing the address field containing the register number in which operand is stored. അപ്പോൾ തേർഡ് എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓൾ ഓഫ് ദ എബോവ്, അതായത് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ചോദിച്ചുള്ളത് നമ്പർ സിസ്റ്റം എന്നാണ്. BCD അതായത് ബൈനറി കോഡ് ഡെസിമലിലാണ് ചോദിക്കുന്നത്. നമുക്കൊരു ബൈനറി കോഡ് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു BCD കോഡ് വന്നിട്ടുണ്ട്. ആ BCD കോഡിന് എന്ത് ചെയ്യണം? ഡെസിമൽ ഇക്വലന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ 31ൻ്റെ ആൻസർ വരുന്നത് 586 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് ഡയറക്റ്റ് മെമ്മറി ആക്സസിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. ദ DMA ട്രാൻസ്ഫർ മോഡ് ഇൻ വിച്ച് എൻ്റയർ ബ്ലോക്ക് ഓഫ് ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ എ വൺ കണ്ടിന്യൂസ് സീക്വൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 32ൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻസ് എ, അതായത് ബേഴ്സ് മോഡാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് നോക്കാം. നമ്മളോട് അടുത്ത പറഞ്ഞത് ദ റിസൾട്ട് ഓഫ് 83 - 16 ഇൻ ബൈനറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 67 എന്ത് ചെയ്യുന്നത്? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഓപ്ഷൻ 33ൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. 34ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മെക്കാനിസം ദാറ്റ് യൂസ് ഹാർഡ് ഡിസ്ക് ആസ് എ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി എന്ന് പറയുന്നതാണ് ചോദ്യം. അപ്പോൾ 34 സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഓപ്ഷൻ ബി വിർച്വൽ മെമ്മറി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത് നോക്കാം. ദ മെത്തേഡ് യൂസ്ഡ് ഫോർ പ്രയോറിറ്റൈസിങ് ദ മൾട്ടിപ്പിൾ ഇൻ്ററപ്റ്റ്സ് എന്നാണ് ചോദിക്കുന്നത്. അതേതാണ്? ഡെയ്സി ചെയിനിങ് ആണ്. എന്താണ്? മൾട്ടിപ്പിൾ ഇൻ്ററപ്റ്റ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഡെയ്സി ചെയിനിങ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? OS നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മുമ്പത്തെ ക്വസ്റ്റ്യനും എവിടെ നിന്നാണ്? OS നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് എവിടെ നിന്നാണ്? നമ്മുടെ ഡിജിറ്റൽ ലോജിക്കിലെ നമ്പർ സിസ്റ്റംസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഡിജിറ്റൽ ലോജിക്കിൽ നിന്ന് തന്നെ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം കണ്ടത്. OSനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെ ജസ്റ്റ് ഡെഫിനിഷനിൽ നിന്നുള്ള ജസ്റ്റ് 1 വേർഡ് ആൻസേഴ്സ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാണ്ട് കാര്യമായിട്ടുള്ള ഒരു കാര്യം ഇതിൽ എന്ത് ചെയ്തില്ല? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അടുത്ത് നോക്കാം. ദ എക്സ്പാൻഷൻ ഓഫ് EEPROM ആണ് അടുത്ത, അതായത് 36th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ 36th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് ഇലക്ട്രിക്കലി ഓൾട്ടറബിൾ റോം ആണെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ദ ഇൻസ്ട്രക്ഷൻ യൂസ് ടു മൂവ് ഡാറ്റ ബിറ്റ്വീൻ രജിസ്റ്റർ ഇൻ ദ HL ആൻഡ് മെമ്മറി എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഫുൾ അഡ്രസ് ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് n ബിറ്റ് പാരലൽ ആഡർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 38നെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് n-1 ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 39ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് ആർ യൂസ്ഡ് ഇൻ ദ IBM PC ബസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സി ആണ് റൈറ്റ് ഓപ്ഷൻ. ഏതാണ്? 20 അഡ്രസ് ലൈൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പോവാം. 40th ക്വസ്റ്റ്യൻ. ദ കൺവേർഷൻ ഓഫ് ക്യാരക്ടർ യൂസ്ഡ് ആസ് ആർഗ്യുമെൻറ്റ് ടൈപ്പ് ഫോർ ഹെക്സാഡെസിമൽ ഇൻപുട്ട് ഡാറ്റ ഇൻ C പ്രോഗ്രാമിംഗ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി, അതായത് എക്സ് ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രസിഡൻസ് എന്നാണ്, അതായത് ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫോളോയിങ് പ്രോഗ്രാം C പ്രോഗ്രാമിംഗ് വിച്ച് ഓഫ് ദ ഓപ്പറേറ്റർ ഹാസ് ദ ഹയസ്റ്റ് പ്രസിഡൻസ് ഇൻ C എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാറും അതായത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലസ് ഓപ്പറേഷനും ഉള്ളത് ഇതിനെന്താണ്? സെയിം പ്രസിഡൻസ് ആണുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. 42nd ക്വസ്റ്റ്യൻ. 42nd ക്വസ്റ്റ്യനിൽ
വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു കോഡ് തന്നിട്ടുണ്ട്. ആ കോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ചോദിക്കുന്നത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ആൻഡ് ഓപ്പറേഷൻ വരുന്നുണ്ട്, അതായത് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ നോട്ട് ഓപ്പറേഷൻ വരുന്നുണ്ട്. പ്രൊസീഡിയേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഓപ്ഷൻ റൈറ്റ് ആൻസർ വരുന്നതാണ് k=1 ആണ് കറക്റ്റ് ഓപ്ഷൻ വരിക. നെക്സ്റ്റ് നോക്കാം 43ാമത്തെ ക്വസ്റ്റ്യൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. എ സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് യൂസിങ് ക്ലാസ് നെയിം. അതെന്താണ്? ഓപ്ഷൻ ഈസ് റോങ്. ദ സ്റ്റാറ്റിക് ഫംഗ്ഷൻ ക്യാൻ ഹാവ് ആക്സസ് ടു അതർ സ്റ്റാറ്റിക് മെമ്പേഴ്സ്. ഈ ഓപ്ഷൻ എന്താണ്? റോങ് ആണ്. എ സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻ ക്യാൻ ബി വെർച്വൽ. ഈ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. 43 ഓപ്ഷൻ ഡി ഈസ് ഒബ്വിയസ്ലി എന്താണ്? റോങ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ 43. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 44th ആണ്. ദ ഫീച്ചർ ദാറ്റ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം, അതായത് ഒരു ദ ഫീച്ചർ ദാറ്റ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൽ ആൻസർ വരാൻ പോകുന്നത്? 44th ആണ്, അതായത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ് ഓപ്ഷൻ റൈറ്റ്, അതായത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കാം. ദ എബിലിറ്റി ടു പ്രൊവൈഡ് ദ ഓപ്പറേറ്റർ വിത്ത് എ സ്പെഷ്യൽ മീനിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം 45th ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, അതായത് പോളിമോർഫിസം ആണ് എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 46th ക്വസ്റ്റ്യൻ. ദ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ എ പ്രോഗ്രാം ഡൺ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ബിഫോർ ദ കമ്പൈലേഷൻ ഓഫ് ദ പ്രോഗ്രാം ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ പ്രോഗ്രാം ഡൺ എന്ന് പറയുന്നത് സി പ്രോഗ്രാമിൽ നമ്മൾ ആഷ് ഡിഫൈൻ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ കമ്പൈലേഷൻ്റെ മുന്നെയാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം. ദ ftl ഫംഗ്ഷൻ ഇൻ സി ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എന്ന് പറയുന്നത് 47th കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. റിട്ടേൺസ് ദ കറൻറ്റ് പോയിൻ്റർ പൊസിഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ftl നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. 48th ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് ഐഡൻറ്റിഫയർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ 4 ഓപ്ഷനിൽ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. വേർ 3 ആണ് എന്ന് പറയുന്നത് റൈറ്റ് ഓപ്ഷൻ, അതായത് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 49th ക്വസ്റ്റ്യൻ. ദ ആവറേജ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ ക്വിക്സോർട്ട് അൽഗോരിതം ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വിക്സോർട്ട് അൽഗോരിതത്തിൻ്റെ ആവറേജ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? n log n ആണ്, ഓർഡർ ഓഫ് n log n.